കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതി അതിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് സമർപ്പിക്കപ്പെട്ട ഹർജികളിന്മേൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള മൂന്നംഗ ബെഞ്ച് ഇന്നലെ മുതൽ വാദം കേട്ടു തുടങ്ങി. ഈ ഹർജി ഫയലിൽ സ്വീകരിക്കുന്നത് സംബന്ധിച്ചാണ് പ്രാഥമികമായി വാദം കേൾക്കുക. ഇന്ന് രണ്ടാം ദിവസം, ഇന്നലെ തന്നെ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ CJI തീരുമാനിച്ചിരുന്നുവെങ്കിലും കേന്ദ്ര സർക്കാർ ഞങ്ങൾക്ക് കുറച്ചുകൂടെ പറയാനുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് ഇന്നത്തേക്ക് മാറ്റി. ഇന്നിപ്പോൾ അതിന്മേലൊരു ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നു. ഇടക്കാല ഉത്തരവിൻ്റെ ഒരു ഉത്തരവിൽ എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാവുന്നത് വഖഫിൽ തൽസ്ഥിതി തുടരണം എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അടുത്ത ഹിയറിംഗ് തീയതി വരെ, അടുത്ത ഹിയറിംഗ് മെയ് 5 വെച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഒരു 7 ദിവസത്തിനകം കൂടുതൽ വിശദമായൊരു മറുപടി നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി പഠിച്ച് ഹർജിക്കാർക്ക് മറുപടി നൽകാൻ 5 ദിവസത്തെ സമയം സുപ്രീം കോടതി അനുവദിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി. ഈ വിഷയത്തിൽ വഖഫ് നിയമവും വഖഫ് നിയമ ഭേദഗതിയും ആഴത്തിൽ പഠിക്കുകയും ഇത് സംബന്ധിച്ചുള്ള നിയമ പോരാട്ടങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്ന സീനിയർ അഡ്വക്കേറ്റ്, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ നമുക്കൊപ്പമുണ്ട്. സ്വാഗതം. ഞാൻ ആദ്യം ചോദിക്കുന്നത്, ഈ സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഈ ഇടക്കാല ഉത്തരവിലൂടെ എന്താണ് യഥാർത്ഥത്തിൽ ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമ ഭേദഗതിക്ക് സംഭവിക്കുന്നത് തൽക്കാലത്തേക്കെങ്കിലും? ഇത് ഇന്നലെ വാദം കേൾക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഇന്നലെ ഒരു ഇൻട്രീം ഓർഡർ പോകരുത് എന്ന നിർബന്ധ ബുദ്ധിയോട് കൂടിയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് സീക്കുകയും അങ്ങനെ ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചൊരു ലോങ് പോസ്റ്റിംഗ് നിങ്ങൾക്ക് കിട്ടില്ല എന്ന ഇൻഡിക്കേഷൻ സുപ്രീം കോടതി കൊടുക്കുകയും ഇന്നത്തേക്ക് അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അത് വീണ്ടും കേൾക്കാൻ പോകും. ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ലെജിസ്ലേഷന്റെ ചലഞ്ചുമായി ബന്ധപ്പെട്ട് ഇതൊരു അൺയൂഷ്വൽ എക്സസൈസാണ് സുപ്രീം കോടതി നടത്തുന്നത്. ഈ കേസിൽ ഇന്നിപ്പോൾ അവർ ചെയ്തിരിക്കുന്നത്, സുപ്രീം കോർട്ടില് ആരാ പറഞ്ഞു, നമ്മുടെ തുഷാർ മേത്ത കൊണ്ടുവന്ന് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ അവർ പറഞ്ഞു, ഇന്നലത്തെ ചോദ്യത്തിൽ ഉന്നയിക്കപ്പെട്ട ഒരു വിഷയം 2 പേർ നോൺ മുസ്ലിം ആയിരിക്കണം, അതായത് വഖഫ് ബോർഡിലും വഖഫ് കൗൺസിലും 2 പേരും നോൺ മുസ്ലിം ആയിരിക്കണം എന്നൊരു കണ്ടീഷനുണ്ട്. ആ കണ്ടീഷൻ 2 പേര് നോൺ മുസ്ലിം ആയിരിക്കണമെന്ന് പറയുമ്പോൾ വഖഫ് ബോർഡിലെ, സ്റ്റേറ്റ് വഖഫ് ബോർഡിലെ 9 പേര് മുസ്ലിം ആയിരിക്കണമെന്ന് പറയുന്നില്ല. 11-ൽ 9 മുസ്ലിം ആയിരിക്കണമെന്ന് പറയുന്നില്ല. അതില് 4 പേര് മുസ്ലിം ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ 4 പേര് മുസ്ലിമിനെ അവൈലബിൾ അല്ലെങ്കിൽ അവിടെയും നോൺ മുസ്ലിമിനെ വെക്കാനുള്ള പ്രൊവൈസുണ്ട്. എന്ന് മാത്രമല്ല, മുൻകാലങ്ങളിലെ വഖഫ് ബോർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, വഖഫ് ബോർഡിലേക്കുള്ള ആളുകളെ തെരഞ്ഞെടുക്കുന്നത് പള്ളികളുടെ മുത്തവല്ലിമാരുടെ ഒരു ഇലക്ട്രൽ റോളുണ്ട്. ആ ഇലക്ട്രൽ റോളിൽ നിന്ന് വോട്ട് ചെയ്ത് 2 പേർ, MLA-മാരുടെ ഇലക്ട്രൽ റോളിൽ നിന്നും മുസ്ലിം MLA-മാർ വോട്ട് ചെയ്ത് 2 പേർ, MP-മാരുടെ ഇലക്ട്രൽ റോളിൽ നിന്നും മുസ്ലിം MP-മാർ വോട്ട് ചെയ്ത ഒരാൾ, ബാർ കൗൺസിൽ അംഗങ്ങളിൽ നിന്നും മുസ്ലിം ആയിട്ടുള്ള മെമ്പർമാർ വോട്ട് ചെയ്ത ഒരാൾ. അപ്പൊ 6 പേര് എലക്റ്റഡ് ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ വരുന്ന 6 പേരും, പിന്നീട് ഒരു 4 പേര് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇസ്ലാമിക് സ്കോളേഴ്സ് എന്നുള്ള നിലയ്ക്കും ഉദ്യോഗസ്ഥന്മാർ എന്നുള്ള നിലയ്ക്കും ഒക്കെ നോമിനേറ്റ് ചെയ്യും. ഇതായിരുന്നു ഉണ്ടായിരുന്നത്. പുതിയ അമെന്റ്മെന്റിൽ അത് പൂർണ്ണമായിട്ട് എടുത്ത് കളഞ്ഞിട്ട് അതിനകത്തേക്ക് ഡെമോക്രാറ്റിക് പ്രോസസ് അങ്ങ് പോയി എല്ലാവരെയും സ്റ്റേറ്റ് നോമിനേറ്റ് ചെയ്യണം. ഞാനിപ്പോൾ കേരളത്തെക്കുറിച്ച് നിങ്ങൾ മാറ്റിവെച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ഞാൻ പറയുന്ന പോയിന്റ് നമ്മൾ UP കുറിച്ച് ചിന്തിക്കാം. UP-യിലാണ് UP സ്റ്റേറ്റ് ഗവൺമെന്റ് യോഗി ആദിത്യനാഥ് റിക്രൂട്ട് ചെയ്യുമ്പോൾ ഈ മുഴുവൻ ആളുകളെയും നോൺ മുസ്ലിംസിനെ റിക്രൂട്ട് ചെയ്യാൻ എക്സെപ്റ്റ് 1 ഒരു റിസർവേഷൻ ഉണ്ട്. ഈ പറഞ്ഞ ഷിയ സുന്നി ആളുകൾ മൈനോറിറ്റി ആകുന്നിടത്ത് ഒരാൾ കൊടുക്കണമെന്ന് പറയുന്നു. ബാക്കി അപ്പോൾ 11-ൽ 10 പേരെയും നോൺ മുസ്ലിമിനെ റിക്രൂട്ട് ചെയ്യാം. ഇത്തരമൊരു ഇഷ്യൂവിനെ സുപ്രീം കോടതി പോയിന്റ് ഔട്ട് ചെയ്തപ്പോൾ സുപ്രീം കോടതി വളരെ വളരെ ആശ്ചര്യത്തോടു കൂടി അത് എന്തിനാണ് എന്നോ ഒരു ആശ്ചര്യം പ്രകടിപ്പിക്കുകയും മറ്റിതര മതങ്ങളുടെ സ്ഥാപനങ്ങളിൽ അങ്ങനെയാണോ എന്നുള്ള ചോദ്യം ചോദിക്കുകയും ചെയ്തപ്പോൾ അതിന് ബദലായി ഇന്നൊരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് കൊടുത്തു. ആ സ്റ്റേറ്റ്മെന്റില് തുഷാർ മേത്ത പറയുന്നു, ഞങ്ങൾ ഇങ്ങനത്തെ ബോർഡുകളിലൊന്നും തൽക്കാലം അപ്പോയിന്റ്മെന്റ് നടത്തുന്നില്ല എന്ന് അണ്ടർടേക്ക് ചെയ്യാം. അപ്പോ ഇതാ ചോദ്യത്തിനെ ഒന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് അണ്ടർടേക്ക് കൊടുക്കുക. ഈ ബെഞ്ചൊക്കെ മാറി വേറൊരു ദിവസം കേൾക്കുമ്പോൾ ഇത് തട്ടിപ്പോവും, അന്നേരം നമുക്ക് ചെയ്യാം, തൽക്കാലം ഇവിടുന്ന് നമുക്ക് തടിയൂരാം എന്നതാണ് അതിന്റെ ലക്ഷ്യം എന്നുള്ള കാര്യത്തിൽ ഇത്രയും കാലത്ത് പ്രാക്ടീസ് ചെയ്ത ഒരു അഭിഭാഷകൻ എന്നുള്ളതുകൊണ്ട് എനിക്ക് ആ ഒരു സംശയം ആ കാര്യത്തിലില്ല. പക്ഷെ കോടതി ഇന്ന് വേറൊരു ക്വസ്റ്റിനോട് റേസ് ചെയ്തു, നിങ്ങൾ വഖഫ് ബൈ യൂസറുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ ചില പ്രശ്നങ്ങളുണ്ടല്ലോ.
വഖഫ് ബൈ യൂസർ നിങ്ങൾ പിന്നെ ഭൂമികൾ വേണമെങ്കിൽ ഡീനോട്ടിഫൈ ചെയ്ത് നിങ്ങൾ കൈവശപ്പെടുത്താനുള്ള സാധ്യത ഈ ബില്ലിലുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞ് നിങ്ങൾ പിടിച്ചെടുക്കാനുള്ള പ്രൊവിഷനകത്തുണ്ട്. അപ്പം അതും ചെയ്യാൻ പാടില്ല എന്ന് ഇന്റർവ്യൂ മോഡൽ പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത് സെക്ഷൻ 14 സെക്ഷൻ 9 അമെന്റ്മെന്റ്, അതുപോലെ തന്നെ ഇപ്പോ ഈ പറഞ്ഞ സെക്ഷൻ 3 വന്നിരിക്കുന്ന പിടിച്ചെടുക്കലിന്റെ അമെന്റ്മെന്റ്, പിന്നെ ഈ പറഞ്ഞ വഖഫ് ബൈ യൂസറുമായി ബന്ധപ്പെട്ടുകൊണ്ടുവന്ന അമെന്റ്മെന്റ്, ഇതൊക്കെ ഇനോപ്പറേറ്റീവ് ആയിരിക്കുകയാണ് ഇന്നത്തെ ഇന്റർവ്യൂ മോഡലിൽ കൂടെ. അതായത് ഡയറക്ട്ലി ഒരു പ്രൊവിഷനെ കോടതി സ്റ്റേ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ലെജിസ്ലേഷനെ സ്റ്റേ ചെയ്തിട്ടില്ലെങ്കിലും അതിനെ ഇനോപ്പറേറ്റീവ് ആക്കുകയാണ് ഇന്ന് കോടതി ചെയ്തിരിക്കുന്നത്. ഇനി ഇങ്ങനൊരു ലെജിസ്ലേറ്റീവ് ചലഞ്ച് വന്നാൽ ആ ചലഞ്ചിനെ എങ്ങനെയാണ് കോടതി അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, അതിന് ലീഗൽ പാർലൻസ് പറയുകയാണെങ്കിൽ ഒരു ലെജിസ്ലേറ്റീവ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു പാർലമെന്റ് അല്ലെങ്കിൽ നിയമസഭ പാസ്സാക്കുന്ന ഒരു ബില്ല് ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ ഒരു രൂപം എന്താന്ന് ചോദിച്ചാൽ, എപ്പോഴും ബ്യൂറോക്രാറ്റ്സ് അതിൽ നിന്നും ബില്ല് എഴുതി ഉണ്ടാക്കും. പിന്നെ ജനപ്രതിനിധികളും മന്ത്രിയും ഒക്കെ ഇടപെട്ടിട്ട് അവരുടെ പബ്ലിക് റിക്വയർമെന്റിനെ അവിടെ അഡ്രസ് ചെയ്യും. അതിനുശേഷം ലോ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ഇവാലുവേഷൻ നടത്തും. അത് ഭരണഘടനാപരമാണോ എന്ന് നോക്കും. ഇതിനു ശേഷമാണ് സഭയിലേക്ക് ഇതിനെ കൊണ്ടുവന്ന് വെക്കുകയും ചർച്ച നടത്തുകയൊക്കെ ചെയ്യുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ, ഇതൊക്കെ ശരിയായ രീതിയിൽ പ്രോസസ്സ് നടത്തി ഭൂരിപക്ഷത്തോടെ പാസ്സായി കഴിയുമ്പോൾ ഇതിന്റെ ഒരു പ്രിസംഷൻ, അതായത് ഇത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന പ്രിസംഷനിലാണ് പിന്നെ ബില്ലിനെ കോടതികൾ കാണുന്നത്. ജനറൽ പാർലമെന്റ് തർക്കം ഉണ്ടാവും. കോടതികളുടെ മുമ്പിൽ ചലഞ്ച് ചെയ്യുമ്പോൾ 4 കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്നാമതായി കോടതി നോക്കുന്നത്, നമ്മൾ ഭരണഘടനയുടെ 13-ാം അനുച്ഛേദം നോക്കിയാൽ മനസ്സിലാവും, ഇന്ത്യയിൽ അന്ന് 1949 നവംബർ 26 അത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ എടുത്ത തീരുമാനം ഇങ്ങനെയാണ്: നിലവിലുള്ള നിയമങ്ങളൊക്കെ മുന്നോട്ട് പോകട്ടെ, അതിനൊന്നും തർക്കമില്ല, അതായത് പ്രീ ഇൻഡിപെൻഡൻസ് നിയമങ്ങളൊക്കെ നിന്നോട്ടെ. പക്ഷേ അതിലേതെങ്കിലും ഒരു നിയമത്തിലെ ഏതെങ്കിലും പ്രൊവിഷൻ ഈ 13-ാം അനുച്ഛേദം ഉൾപ്പെടുന്ന 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദം ഉൾപ്പെടുന്ന 3-ാം അധ്യായത്തിൽ പറയുന്ന ഏതെങ്കിലും ഒരു മൗലിക അവകാശത്തിന് വിരുദ്ധമാണെങ്കിൽ ആ നിയമങ്ങൾ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആകുമെന്ന് 13-ാം അനുച്ഛേദത്തിൽ പറയുന്നുണ്ട്. അതിന്റെ 2-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നു, ഇനിയും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നിയമങ്ങളിൽ ഏതെങ്കിലും നിയമത്തിന്റെ ഏതെങ്കിലും ഒരു പ്രൊവിഷൻ ഈ 3-ാം അധ്യായത്തിൽ ഏതെങ്കിലും മൗലിക അവകാശത്തിന് വിരുദ്ധമാണെങ്കിൽ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആവും. അപ്പൊ നമ്മൾ അതിന്റെ ടെസ്റ്റ് ആർട്ടിക്കിൾ 13 ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ടെസ്റ്റ് എന്ന് പറയാം. അപ്പൊ ഈ ഇവാലുവേഷനാണ് ഒരു പാരാമീറ്റർ. 2-ാമത്തെ പാരാമീറ്റർ, ഭരണഘടനയുടെ 7-ാം ഷെഡ്യൂളില് 3 ലിസ്റ്റ് ഉണ്ട്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഈ കൺകറന്റ് ലിസ്റ്റ് ഒരു കോൺഫ്ലിക്റ്റിംഗ് ലിസ്റ്റാണ്. സ്റ്റേറ്റിനും സെൻട്രലിനും, അതായത് പാർലമെന്റിനും നിയമസഭയ്ക്കും നിയമം ഉണ്ടാക്കാനുള്ള അധികാരപ്പെടുന്ന ലിസ്റ്റാണ്. കോൺഫ്ലിക്റ്റിംഗ് ലിസ്റ്റാണ്. സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള നമ്മൾ ഓരോ ഐറ്റംസ് നോക്കുമ്പോൾ ചില കോൺഫ്ലിക്റ്റ് വരുമെന്ന് നമുക്കും സംശയം തോന്നും. ഇത്തരം വിഷയങ്ങളിൽ ലെജിസ്ലേറ്റീവ് കോമ്പീറ്റൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സ്റ്റേറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ, സെൻട്രൽ ഉണ്ടാക്കാൻ പറ്റുമോ, അതിനകത്ത് റിപ്പഗ്നൻസി ഉണ്ടോ എന്ന ക്വസ്റ്റ്യൻ നടത്താം. ഇതും ഒരു ഇവാലുവേഷനാണ്, ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇവാലുവേഷനാണ്. ഇത് നിലനിൽക്കുമോ എന്നുള്ള 2-ാമത്തെ, അതായത് കോമ്പീറ്റൻസ് ആണ്. 3-ാമത്തെ ഇഷ്യൂ, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസിന് അതിന് വിധേയമാണോ എന്ന് നോക്കാം. അത് നമ്മളിപ്പോ മറ്റേ ബേസിക് സ്ട്രക്ചർ പ്രിൻസിപ്പിളിലൊക്കെ നമുക്ക് പോകാം, സെക്യുലറിസത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ കോൺഫ്ലിക്റ്റിംഗ് അല്ലെ കോൺട്രാഡിക്റ്റിംഗ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ് ഓർ മാൻഡേറ്റ്സ് ആണെങ്കിലും കോടതിക്ക് ഇവാലുവേറ്റ് ചെയ്യാം. പിന്നെയുള്ളത് മാനിഫെസ്റ്റ് ആർബിട്രനെസ്, അത് ടോട്ടലി ഇൻ കണക്ഷൻ വിത്ത് ആർട്ടിക്കിൾ 14 എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മാനിഫെസ്റ്റ് ഈ 4 പാരാമീറ്റേഴ്സിൽ നിന്നും നോക്കും. പക്ഷെ ഇത് നോക്കാനായി ഒരു പെറ്റീഷൻ നമ്മൾ സുപ്രീം കോർട്ടിലോ ഹൈക്കോർട്ടിലോ മൂവ് ചെയ്യുന്ന മൊമെന്റിൽ സുപ്രീം കോടതി ഇതിനെ വീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഹൈക്കോടതി ഇതിനെ വീക്ഷിക്കുന്നത്, നിലവിൽ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് വെച്ചിട്ടാണ് വീക്ഷിക്കാൻ പാടുള്ളൂ എന്ന വിധികൾ സുപ്രീം കോടതി നേരത്തെ പറഞ്ഞു. അതാണ് അതിന്റെ പ്രോപ്പർ വേ ഓഫ് ഇവാലുവേഷൻ. ബിക്കോസ് ഒരു ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ബോഡിയാണല്ലോ ഇത് പാസ്സാക്കിയിരിക്കുന്നത്. വി വിൽ സേ ദാറ്റ് ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അൺലെസ് ഇറ്റ് ഈസ് പ്രൂവൻ ദാറ്റ് ഇറ്റ് ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്നാണ് സുപ്രീം കോടതി എടുക്കാൻ പോകുന്ന വ്യൂ. അത് തന്നെയാണ് ഇന്നലെ കേസ് കേൾക്കുന്ന സമയത്തൊക്കെ ആദ്യം തന്നെ സുപ്രീം കോടതി ചോദിച്ച ചോദ്യങ്ങളുടെ കാരണം. അത് ജുഡീഷ്യൽ ഡിസിപ്ലിന്റെ ഭാഗമാണ്. അങ്ങനെ വരുന്ന ഒരു കേസിൽ യൂഷ്വലി പ്രിമാ ഫേസി ഫൈൻഡിങ്ങിന്റെ മേൽ ഒരു കാരണവശാലും ഒരു സ്റ്റാറ്റ്യൂട്ട്, ഒരു അമെന്റ്മെന്റിനെയോ ഒരു അമെന്റ്മെന്റ് പ്രൊവിഷനെയോ സ്റ്റേ ചെയ്യാൻ പാടില്ല എന്നാണ് വെപ്പ്. കാരണം പ്രിമാ ഫേസി ആയിട്ട് ഇതിനെ നമുക്കൊരു അൺകോൺസ്റ്റിറ്റ്യൂഷണൽ അത് പറയാൻ പറ്റത്തില്ല. മറ്റു പല കേസുകളിലും ഇല്ലീഗൽ ആണോ എന്ന് പറയുന്നത് പോലല്ല, അൺകോൺസ്റ്റിറ്റ്യൂഷണാലിറ്റിക്ക് പ്രിമാ ഫേസി പോരാ, അത് ഫൈനലായി കണ്ടെത്തിയേ മതിയാവും. അവിടെയാണ് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞ ഡോണ്ട് ആർഗ്യൂ ഓൺ ഇന്ററിം ഓർഡേഴ്സ്, ഡോണ്ട് ആർഗ്യൂ ഫോർ സ്റ്റേയിങ് ദി ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഗവൺമെന്റിനെ സഹായിക്കുന്നതെന്ന് കേൾക്കുന്നവർക്ക് തോന്നും. പക്ഷേ അതെ, ഞാനത് ചോദിക്കാൻ പോയിരുന്നു. പറഞ്ഞപ്പോ
ഈ കോടതി വിധി വന്നതിൻ്റെ ഇടക്കാല ഉത്തരവൊക്കെ വന്നതിൻ്റെ പുറമെ മെയ് 5 മാറ്റി, അതൊക്കെ കഴിഞ്ഞതിൻ്റെ തുറകെ ഉണ്ടായ നറേഷൻസിൽ ചില നറേഷൻസ് പറയുന്നത് ഇതാ നിയമം സ്റ്റേ ചെയ്യണം എന്നുള്ള ആവശ്യം കോടതി ഇതാ നിരസിച്ചിരിക്കുന്നു, അത് കേന്ദ്ര സർക്കാരിനൊരു ആശ്വാസമാണ് എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ അതിന് തൊട്ട് പുറകെ തന്നെ കേട്ടു. അപ്പോൾ അതിലൊന്നും ഒരു ലോജിക്കും ഇല്ല എന്നാണ് അർത്ഥം. അല്ലല്ല, അത് കോടതി പറഞ്ഞത് ഡോണ്ട് സ്പോയിൽ യുവർ ടൈം ബിക്കോസ് വി ആർ ഹാൻഡിക്യാപ്ഡ് ടു സ്റ്റേ എ ലെജിസ്ലേഷൻ വിച്ച് എവർ ബി ഇറ്റ് എന്നതിനർത്ഥം. ഏത് ലെജിസ്ലേഷൻ എന്നുള്ളതല്ല, ഞങ്ങൾക്ക് അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് ഒരു ഇൻട്രി മോഡൽ ഡിക്ലെയർ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. വി ആർ ഹാവിങ് അവർ ഓൺ ലിമിറ്റേഷൻസ്. ഡോണ്ട് സ്പോയിൽ യുവർ ടൈം, യു ആർഗ്യൂ ദ മാറ്റർ, വി വിൽ കൺസിഡർ ഇറ്റ്, വാട്ട് എവർ തിങ്സ് വി ക്യാൻ ഡു വി വിൽ ഡു ഇറ്റ് എന്നാണ് അതിനർത്ഥം. അപ്പൊ ആ ഇൻഡിക്കേഷൻ ഒരു വക്കീലിനെ സംബന്ധിച്ച്, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ലോയിൽ കേസ് നടത്തുന്ന ഒരു അഭിഭാഷകനെ സംബന്ധിച്ച് അത് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അപ്പൊ തന്നെ ഞാൻ എന്റെ കൂടെ ഇന്നലെ ഞങ്ങളുടെ വഖഫ് റാലി ഉണ്ടായിരുന്നുകൊണ്ട് നേതാക്കള് ഞെട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഞെട്ടരുത്, ഇതാണ് അതിന്റെ ശരി, ഈ ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. ആ ചോദ്യത്തിന് മറുപടി വന്നതിന് ശേഷം തുഷാർ മേത്തയോട് സുപ്രീം കോടതി ചോദിച്ച ചോദ്യങ്ങളുണ്ട്, ഷാർപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്നിട്ട് സ്റ്റേ ചെയ്യുമെന്നല്ല പറഞ്ഞു, യു ആർ ബൗണ്ട് ടു ആൻസർ ടു ഇറ്റ് എന്നാ പറഞ്ഞു. നിങ്ങൾ അതിന് മറുപടി പറയാൻ നിങ്ങൾ വിധേയരാണ്. ഇതിന്റെ ഒരു വ്യത്യാസം, ഇതിന്റെ ഒരു ബ്യൂട്ടി എന്താണെന്നറിയോ? പാർലമെന്റിൽ നമ്മളൊരു ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ ഒരു മജോറിറ്റി ഉള്ള ഒരു ഗവൺമെന്റിന്റെ ട്രഷറി ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് ധാർഷ്ട്യം പറയാം, ഞങ്ങൾക്ക് സൗകര്യമില്ല, ഞങ്ങൾ പാസ്സാക്കും എന്നൊക്കെ പറയാം, അന്ന് രാത്രി തന്നെ ഒപ്പിട്ട് കൊടുക്കാം, 5 കൊല്ലം ഒപ്പിടാതെ വെച്ചോണ്ടിരിക്കാം, ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഒരു ജുഡീഷ്യൽ ഇവാലുവേഷൻ പ്രോപ്പർലി നടത്തുമ്പോൾ ദേ ആർ ബൗണ്ട് ടു ആൻസർ ടു ഇറ്റ്. ഇതാണ് ജുഡീഷ്യൽ ജുഡീഷ്യൽ ഇവാലുവേഷന്റെ ഒരു പ്രത്യേകത. ഏതാണ് നമ്മൾ ഭൂരിപക്ഷം 543 പേര് ഒന്നിച്ച് നിന്നിട്ട് ഒരു നിയമം പാസ്സാക്കിയെന്നിരിക്കട്ടെ, 543 പേർക്കും തോന്നിയതല്ലേ, എന്നാൽ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് വെച്ചേക്കാമെന്ന് ജുഡീഷ്യലി പറയാൻ പറ്റില്ല. ആരുടെയെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഇൻഫ്രിഞ്ച്മെന്റ് ഉണ്ടോ എന്ന് പരിശോധിക്കപ്പെടും. അതുകൊണ്ട് തന്നെ അത്തരം ഇവാലുവേഷനിൽ 2 കാര്യങ്ങൾ കോടതി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ രണ്ട് പ്രൊവിഷൻസിന് ഇനാപ്ലിക്കബിൾ ആക്കി, ഇനോപ്പറേറ്റീവ് ആക്കി, റിഡൻഡന്റ് ഫോർ ദ ടൈം ബീയിങ് എന്ന് പറയുന്നതിന് തുല്യമാണ്. എന്നിട്ടൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞാൽ എനിക്ക് നിയമവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പറയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോൾ കേന്ദ്ര സർക്കാർ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് മുന്നോട്ട് വെച്ച 2 കാര്യങ്ങൾ, ഒന്ന് ഇതിൻ്റെ കൗൺസിലാണെങ്കിലും ബോർഡാണെങ്കിലും അതിൻ്റെ അംഗങ്ങളുടെ സ്വഭാവം ഏത് രീതിയിലായിരിക്കണം, അത് നേരത്തെ ഉള്ളതിൽ നിന്ന് മാറ്റി മുസ്ലിം ഇതരരെ കൂടെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഒന്ന്. രണ്ടാമത്തത് വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന സംഗതി, അതിനെ തൽക്കാലത്തേക്ക്, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു പരിപാടിയില്ല, വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നൊരു സംഗതി അവസാനിപ്പിക്കാനുള്ളൊരു ശ്രമം. അതുപോലെ കളക്ടർ പരാതി സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ, കളക്ടർ പരിശോധന തുടങ്ങിക്കഴിഞ്ഞാൽ, അത് വഖഫ് ഭൂമി സംബന്ധിച്ചൊരു പരാതി കിട്ടുകയും അത് കളക്ടറുടെ പരിശോധന തുടങ്ങുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് വഖഫ് ഭൂമി അല്ലാതാവും എന്നുള്ള പ്രൊവിഷൻ. അതുപോലെ ഈ എന്താ പറയുക, കോടതികളുടെ വിധി പോലും ഇത്തരം കേസുകളിൽ ബാധകമാകില്ല, അല്ലെങ്കിൽ പരാതികളുടെ തീർപ്പുണ്ടാക്കി കഴിഞ്ഞാൽ കോടതികളുടെ വിധി പോലും ബാധകമാവില്ല എന്നൊക്കെ പറയുന്ന പ്രൊവിഷൻ. ചുരുക്കത്തിൽ ഇതേതാണ്ട് ഈ പറയുന്ന കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള സംഗതികൾ മുഴുവൻ ഇന്നോപ്പറേറ്റീവ് ആകുകയല്ലേ സത്യത്തിൽ ഇതുകൊണ്ട് ചെയ്യുന്നത്? അല്ല, ഇത് ഞാൻ പറഞ്ഞത് സെക്ഷൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർ ചെയ്തിരിക്കുന്ന ഇവരുടെ പേരിലേക്ക് തന്നെ പോവാം. യൂണിഫൈഡ് വഖഫ്, എംപവർമെന്റ്, എഫിഷ്യൻസി, ഡെവലപ്മെന്റ് തുടങ്ങിയ വാക്കുകളാണ് അവർ ഉപയോഗിക്കുന്നത്. എന്നിട്ട് എംപവർ ചെയ്യുന്ന രീതിയാണിത്. അതായത് എഫിഷ്യൻസിയും എംപവറും ഡെവലപ്മെന്റും ഒക്കെ പറഞ്ഞതിന് ശേഷം എംപവർ ചെയ്യുന്ന രീതിയാണിത്. അതിൽ ഓരോന്നും ചോദ്യം ചെയ്യപ്പെട്ടു. കളക്ടറുടെ അധികാരത്തെ വളരെ ശക്തമായി കോടതി അതിനെതിരെ ചോദ്യം ചെയ്യപ്പെട്ടു. അതും പാടില്ല എന്ന് പറഞ്ഞിരിക്കുക, അത് ടേക്ക് ഓവർ ചെയ്യാൻ കളക്ടർക്ക് പറ്റില്ല എന്ന് എന്തിനാണ് കളക്ടർ അത് ചെയ്യുന്നത് എന്ന് ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടു. അപ്പോൾ ബേസിക്കലി പറയുകയാണ്, ഇന്നത്തെ ഇന്ററിം ഓർഡർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇതിന്റെ ആശയത്തെ, അതായത് ഈ അമെൻമെന്റ് ബില്ലിന്റെ ആശയത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഇന്ററിം ഓർഡർ തന്നെയാണ്. ഐ വോണ്ട് സേ ദാറ്റ് ഫൈനലി എന്ത് വരുമെന്ന് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാൻ ഞാൻ ആളല്ല. പക്ഷേ എനിക്ക് കൺഫേം ചെയ്ത് പറയാം, കോൺസ്റ്റിറ്റ്യൂഷണൽ പാരാമീറ്റേഴ്സിൽ നിന്ന് മാത്രം ഇതിനെ ഇവാലുവേറ്റ് ചെയ്താൽ ഈ നിയമത്തെ സസ്റ്റെയിൻ ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എനിക്ക് അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. റൈറ്റ്. ഈ തർക്കമില്ലാന്ന് പറയുമ്പോഴേ ഈ 2 ദിവസം കേന്ദ്ര സർക്കാർ പ്രസൻറ്റ് ചെയ്ത രീതിയെ എങ്ങനെയാണ്, ഇത് സൂക്ഷ്മമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ആദ്യം ഹർജിക്കാരോട് കോടതി ചോദിച്ച ചോദ്യങ്ങൾ, അതിനുശേഷം തുഷാർ മേത്ത സോളിസിറ്റർ ജനറലിനോട് ചോദിച്ച ചോദ്യങ്ങൾ, ഇതൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നല്ലോ, അതിൻ്റെ മറുപടിയും നിരീക്ഷിച്ചിരുന്നല്ലോ.
അപ്പോൾ ഈ കേന്ദ്ര സർക്കാർ ഇത് പ്രസൻറ്റ് ചെയ്ത രീതി, ഇതിനെ ഡിഫെൻഡ് ചെയ്ത രീതി, അത് അത്രത്തോളം കോൺഫിഡൻസോടുകൂടിയാണോ അവരിതിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഞാൻ ഒറ്റ കാര്യത്തോട് ചോദിക്കാം. ഇന്നിപ്പോൾ SG വന്ന് കോടതിയിൽ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് 10,000-കണക്കിന് പരാതി കിട്ടി, അതിൻ്റെ ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ നിയമ ഭേദഗതിക്ക് ശ്രമിച്ചത് എന്ന് കോടതി മനസ്സിലാക്കണം. ഗ്രാമങ്ങളിലടക്കം ഏക്കർ കണക്കിന് ഭൂമി ഇങ്ങനെ വഖഫാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ സോളിസിറ്റർ ജനറൽ വാക്കാൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് സാധൂകരിക്കാനായിട്ട് എന്തെങ്കിലും കൊണ്ട് കൊടുക്കണ്ടേ? ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്തോ കേന്ദ്ര സർക്കാരിൻ്റെ വാദങ്ങളിൽ? അല്ല, ഞാൻ പറഞ്ഞത് ഇതൊന്നും ഒരു കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ചാലഞ്ചിന് കൊണ്ടു കൊടുക്കേണ്ട എവിഡൻസസ് അല്ല. അത് നിങ്ങൾ ഇവിടെ ഒരുപാട് ഗ്രീവൻസസ് റേസ് ചെയ്യപ്പെടുന്നു, ഒരുപാട് വഖഫ് ഭൂമികൾ അനാവശ്യമായി എല്ലാ ഭൂമിയും വഖഫാണെന്ന് പറയുന്നു എന്നൊക്കെ ആണെന്നിരിക്കട്ടെ, അവർ പറഞ്ഞ് ശരിയാണെന്നിരിക്കട്ടെ. ശരിയാണെങ്കിൽ പോലും അതിന് അമെൻമെന്റ് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇനി ശരിയാണോ അല്ലയോ എന്ന് പരിശോധിക്കേണ്ട മൊമെന്റ്, ആ ഡാറ്റ കൊണ്ടുവരേണ്ടത് ഇനിഷ്യലി ഇതിന്റെ ഡ്രാഫ്റ്റ് എഴുതുമ്പോൾ തന്നെ ഡാറ്റ വേണം. അതിനുശേഷം JPCയിൽ പോകുമ്പോൾ അതിന്റെ ഡാറ്റ വേണം. വെറുതെ അങ്ങോട്ട് ബ്ലഫ് ചെയ്യാന്ന് പറഞ്ഞാല് ഒറിജിനൽ അവരുടെ പൊളിറ്റിക്സിൽ, അതായത് ഇപ്പൊ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പൊളിറ്റിക്സിന്റെ ബേസിസ് തന്നെ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ചില കാര്യങ്ങൾ പറയുക, അത് പ്രചരിപ്പിക്കുക, ജനങ്ങളുടെ ഇടയിൽ ഡിവിസീവ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുക എന്ന് ചെയ്യുന്ന രീതി, അതേ പണി പാർലമെന്റ് നടത്തി അതിനുശേഷം കോടതിയിലും അത് പറയുന്നു എന്ന് പറഞ്ഞാൽ വിതൗട്ട് എനി എവിഡൻസ് എങ്ങനെയാണ് അവർ പറയുന്നത് എനിക്കറിയില്ല. കോടതിയിൽ അത് പറയാൻ കാണിക്കുന്ന ധൈര്യത്തെ എനിക്ക് ഭീതിയോടെയാണ് കാണിക്കുന്നത്. കോടതി അവർ അത്രേ പരിഗണിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ ഇത്രയും വലിയ കോൺഫിഡൻസിന്റെ റീസൺ എന്ന് ഞാൻ പേടിക്കുന്നു. ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്കും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റിസർച്ചർ എന്നുള്ള നിലയ്ക്കും ഐ ഫീൽ ടോട്ടലി അഫ്രൈഡ് ഓഫ് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദി സോളിസിറ്റർ ജനറൽ മിസ്റ്റർ തുഷാർ മേത്ത. അതിനകത്തൊരു ക്ലാരിറ്റിയോടെ എനിക്ക് വേണം. എന്നുവെച്ചാൽ ഈ ആ ആറ്റിറ്റ്യൂഡിനെ ഭയക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ വെറുതെ ബ്ലഫ് ചെയ്താൽ മതി കോടതിക്ക് മുന്നിൽ, ഞങ്ങളുടെ കയ്യിൽ ഇത്രയും പരാതി കിട്ടി, ഞങ്ങൾക്ക് ഇത്രയും ഇങ്ങനെയൊക്കെ വിവരങ്ങളുണ്ട് എന്നൊക്കെ ഇങ്ങനെ ബ്ലഫ് ചെയ്താൽ മതി, വേറെ ഡോക്യുമെൻ്റ് ഒന്നും ഞങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ കോടതി ഞങ്ങളോട് ചോദിക്കില്ല എന്നുള്ളൊരു ആ കോൺഫിഡൻസിനെയാണോ ഭയക്കുന്നത്? വി ആർ എബവ് ഓൾ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. എന്ത് പറഞ്ഞാലും കോടതി അങ്ങ് സമ്മതിച്ചോണം എന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ. ഞങ്ങൾക്കൊന്നും ഒരിക്കലും ആ ധൈര്യമില്ല. ഒരു കോടതി പറയുമ്പോൾ വി ഷുഡ് സേ ഇറ്റ് റീസണബിളി. കോടതിക്ക് കൺവിൻസ്ഡ് ആകാൻ പറ്റുന്ന ആ ചോദ്യം ചിലപ്പോൾ റിലവൻ്റ് അല്ലാന്നിരിക്കട്ടെ, പക്ഷെ ആ റിലവൻ്റ് അല്ലെങ്കിൽ പോലും അത് കോടതിക്ക് കൺവിൻസ് ആകുന്ന രീതിയിൽ പറയാൻ കഴിയണം. അങ്ങനെ ആവശ്യമില്ല എന്നുള്ള തോന്നലാണ്. കാരണം ഇന്ന് അവർക്ക് സമയം കൊടുത്തു, ഇന്ന് വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാമായിരുന്നല്ലോ അങ്ങനെ ഉണ്ടായ സംഭവങ്ങൾ, അങ്ങനെയുള്ള വിഷയങ്ങൾ. ഞാനൊരു കാര്യം പറയാം, ഒരു നിയമം ഒരിടത്തുണ്ടായാൽ ആ നിയമം നടപ്പാക്കുന്നത് എക്സിക്യൂട്ടീവാണ്, അല്ലെങ്കിൽ ക്വാസി ജുഡീഷ്യൽ അതോറിറ്റീസാണ്. ഈ നിയമം നടപ്പാക്കുന്നതിൽ ഒരു അപാകത ഉണ്ടെങ്കിൽ നിയമം മാറ്റുകയല്ല ചെയ്യേണ്ടത്. ഭരണഘടനയ്ക്ക് ഒരു ഭരണഘടനയിൽ ഫണ്ടമെന്റൽ റൈറ്റ് കൊടുത്തു, ഒരു പർട്ടിക്കുലർ ഫണ്ടമെന്റൽ റൈറ്റ് മിസ്യൂസ് ചെയ്യുന്നു, ഉടനെ എന്ത് ചെയ്യണം? ആ ഫണ്ടമെന്റൽ റൈറ്റ് എടുത്ത് മാറ്റണോ? അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആ മിസ്യൂസ് എങ്ങനെയാന്ന് അഡ്രസ് ചെയ്യണം. അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് എക്സിക്യൂട്ടീവ് ലൈനിൽ തന്നെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാകാതെ, അല്ലെങ്കിൽ അവരുടെ അധികാരത്തിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ സെക്ഷൻ 30-ലോ 32-ലോ ഒക്കെ വഖഫ് ബോർഡിന്റെ അധികാരങ്ങളിലേക്ക് വഖഫ് ബോർഡ് പ്രോപ്പറായിട്ട് നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ പവർ അവർ ആഡ് ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും നേരെയാക്കാനുള്ള വഴികളാണ് നോക്കേണ്ടത്. അല്ലാതെ ഈ വഖഫ് എന്ന കോൺസെപ്റ്റിനെ തിരിച്ചെടുക്കലല്ല വേണ്ടത്. വഖഫ് കിരാതമാണെന്നല്ല പറയേണ്ടത്. അത് നടപ്പാക്കിയതിൽ ഇന്ന കുഴപ്പമുണ്ടെങ്കിൽ ആ കുഴപ്പം മാറ്റുന്നതിന് ഫങ്ഷൻസിലാണ് അമെൻമെന്റ് കൊണ്ടുവരേണ്ടത്, അവരുടെ പ്രൊസീജിയറിലാണ് അമെൻമെന്റ് കൊണ്ടുവരേണ്ടത്. അമെൻമെന്റ് വേണമെങ്കിൽ, അമെൻമെന്റ് വേണ്ടാത്ത കേസ് ആണെങ്കിൽ എക്സിക്യൂട്ടീവ് ആക്ഷന്റെ മേൽ നടപടി എടുക്കുക വേണ്ടത്. ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തിന്റെ വീഴ്ചയോ, അല്ലെങ്കിൽ വഖഫ് ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയോ, അല്ലെങ്കിൽ മുത്തവലിയുടെ വീഴ്ചയോ, അതിനൊക്കെ ശക്തമായ നടപടി എടുക്കാനുള്ള പ്രൊവിഷൻ കൊണ്ടുവരുന്നതിന് പകരം ഈ തെറ്റ് ചെയ്യുന്നവർക്കെതിരെയുള്ള പീനൽ പ്രൊവിഷൻ പോലും ഡൈല്യൂട്ട് ചെയ്യുക. കുഴപ്പം പറ്റുന്നതുകൊണ്ടാണല്ലോ ഇത് സംഭവിക്കുന്നത്. പീനൽ പ്രൊവിഷൻ ഡൈല്യൂട്ട് ചെയ്യുക, പീനൽ പ്രൊവിഷൻ കുറച്ചുകൂടെ സ്ട്രിഞ്ചന്റ് ആക്കണം, എങ്കിൽ മാത്രമേ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുകയുള്ളൂ എന്നാണ് കരുതേണ്ടത്. അതുകൊണ്ട് ഞാൻ അഫ്രൈഡ് എന്ന് ഞാൻ പറഞ്ഞതിന്റെ പോയിന്റ് വേറൊന്നുമല്ല, അവരുടെ ധാർഷ്ട്യം എന്ന് പറഞ്ഞത് എന്തും ചെയ്യാമെന്നുള്ള ധാർഷ്ട്യമുണ്ടല്ലോ. നമ്മുടെ രാജ്യത്തെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ലെജിസ്ലേച്ചറിലും എക്സിക്യൂട്ടീവിലും ജുഡീഷ്യറിലും നിൽക്കുമ്പോൾ ജുഡീഷ്യറി ചോദിക്കുന്ന ചോദ്യത്തിന്റെ റിലവൻസ് മനസ്സിലാക്കി മറുപടി കൊടുക്കാൻ എക്സിക്യൂട്ടീവിന് കഴിയണം. അല്ല, അതിന്റെ ആവശ്യമില്ലാന്ന് എക്സിക്യൂട്ടീവ് ചോദിച്ചാൽ ജുഡീഷ്യറിന്റെ പവറിനെ എക്സീഡ് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതൊരു ഭീതിയോടെ കാണേണ്ട കാര്യമാണ്. എപ്പോഴെങ്കിലും എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി പവറിനെ എക്സീഡ് ചെയ്യുന്നു, അല്ലെ അവരെ വകവെക്കേണ്ടതില്ല എന്ന് തോന്നിയാൽ റൂൾ ഓഫ് ലോ തകർന്നു എന്നാണ് അതിനർത്ഥം. റൈറ്റ്. ഇതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഈ വഖഫ് ട്രിബ്യൂണലിനാണ്
ഇപ്പം നിലവിലുള്ള നിയമപ്രകാരം അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് നിയമപ്രകാരം വഖഫ് ട്രിബ്യൂണലിൻ്റെ വിധി ഉയർന്ന കോടതികളിലൊന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ല. വഖഫ് ട്രിബ്യൂണലിനാണ് പൂർണ്ണമായ അധികാരമുള്ളത് എന്നാണ് ഈ നിയമ ഭേദഗതിക്ക് മുമ്പ് കേന്ദ്ര സർക്കാരും BJPയും ഒക്കെ പറഞ്ഞിരുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലെങ്കിൽ പോലും പക്ഷേ അതാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് അപ്പീൽ അധികാരം കൂടെ നൽകുന്ന വിധത്തിൽ ഈ നിയമം ഭേദഗതി ചെയ്യുന്നു എന്ന് അവർ അവകാശപ്പെടുകയും ചെയ്തിരുന്നു. ഇതേ ആളുകൾ തന്നെ ഈ നിയമവ്യവസ്ഥയിൽ നേരത്തെ പറഞ്ഞ പോലെ കോടതി വിധിയൊന്നും ബാധകമല്ല എന്ന് അങ്ങനെ എഴുതി വയ്ക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇത് ഒരു തോട്ട് പ്രോസസ്സും ഇല്ലാതെയാണോ ഈ നിയമം ലെജിസ്ലേഷൻ്റെ നിർമ്മാണ പ്രക്രിയ നടന്നിട്ടുണ്ടാവുക? അല്ല, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളുണ്ട്. കാരണം വെച്ചപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ 142 എടുത്ത് വായിച്ചു നോക്കിയാലും ആർട്ടിക്കിൾ 142 വൈഡർ പവേഴ്സ് പിന്നെ സുപ്രീം കോടതിക്ക് കൊടുക്കുമ്പോഴും അതിന്റെ സെക്കൻഡ് ലിമ്പിലേക്ക് വരുമ്പോൾ ലെജിസ്ലേച്ചറിന് ചില അധികാരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഈ ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ട്. പക്ഷേ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവാലുവേഷൻ ഓഫ് ലോ ആണ്. എക്സിസ്റ്റിംഗ് ലോ ഇവാലുവേറ്റ് ചെയ്തിട്ട് ജഡ്ജ്മെന്റ് വരുമ്പോൾ ആ ജഡ്ജ്മെന്റ് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ ആണല്ലോ. അപ്പോൾ ആ ഇന്റർപ്രിട്ടേഷൻ വരുന്ന സമയത്ത് വേണമെങ്കിൽ ലോയിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ തടസ്സമില്ല എന്ന് 142 സെക്കൻഡ് ലിമ്പ് പറയുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ ഈ നോൺ ഒബ്സ്റ്റൻഷ്യൽ ക്ലോസ്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പ്രൊവിഷൻ സെക്ഷൻ 2A എന്ന് പറഞ്ഞിട്ട് പ്രൊവൈസോ ആഡ് ചെയ്ത കാര്യമാണ് ഈ പറയുന്നത്. അവിടെ പിന്നെ എക്സിസ്റ്റിംഗ് ജഡ്ജ്മെന്റ്സിനൊന്നും ആപ്ലിക്കബിലിറ്റി ഇല്ല എന്ന് പറയുന്നതിന്റെ കാരണം ഈ നോൺ ഒബ്സ്റ്റൻഷ്യൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ഇൻ എ ജഡ്ജ്മെന്റ് ഡയറക്ഷൻ ഓർഡർ ഓഫ് എ കോർട്ട് എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോൺ സ്റ്റാൻഡിങ് എന്നിട്ട് പറഞ്ഞു ദിസ് ആക്ട് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു എ ട്രസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് ആക്ട് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു എ ട്രസ്റ്റ് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ഇൻ എ ജഡ്ജ്മെന്റ് ഓർഡർ ഓഫ് ഡിഗ്രി ഓഫ് എ കോർട്ട് എന്ന് പറയും. അപ്പോൾ അവിടെ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ ക്ലോസിനെ നോൺ അബ്സ്റ്റൻഷ്യൽ ക്ലോസ് എന്ന് പറയും. ആ ക്ലോസിന്റെ പ്രത്യേകത, ആ ക്ലോസിന് എപ്പോഴും ഓവർ റൈഡിങ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ നോട്ട് ഒബ്സ്റ്റൻഷ്യൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ പുതിയൊരു കാര്യമല്ല കേട്ടോ. നോൺ ഒബ്സ്റ്റൻഷ്യൽ ക്ലോസ് ജനറലി ഉപയോഗപ്പെടുത്തുന്ന ലെജിസ്ലേഷന്റെ ഉപയോഗപ്പെടുത്തുന്ന ഒരു പ്രൊവിഷൻസ് ആണ്. അതൊരു എക്സ്ക്ലൂഷൻ ആണ്, അല്ലെങ്കിൽ അതൊരു ഓവർ റൈഡിങ് സാധനമാണ്. അതിന് പക്ഷെ സ്പെസിഫിക് ആയിരിക്കും എപ്പോഴും. അപ്പോൾ ജഡ്ജ്മെന്റിനെ ഇപ്പൊ ഉദാഹരണത്തിന് 142 ജഡ്ജ്മെന്റിനെ പോലും മറികടക്കാവുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും രാജ്യത്തുണ്ടായിട്ടുണ്ട്. അപ്പൊ അവിടെ അതിന് ക്ലാരിറ്റി വേണം. എന്തിനെ സംബന്ധിച്ചാണ്? എല്ലാ ജഡ്ജ്മെന്റിനും പോകുമോ? ഈ നിങ്ങൾ ഉദ്ദേശിച്ച എന്തിനെ കുറിച്ചാണ്? ഇപ്പൊ സപ്പോസ് പറയാണ് ആ ട്രസ്റ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ജഡ്ജ്മെന്റുകൾ, അങ്ങനെയാണെങ്കിൽ ആ ജഡ്ജ്മെന്റ് ഇപ്പൊ ഈ പറഞ്ഞ മുനമ്പക്കാരുടെ കാര്യത്തിന് കൊണ്ടുവന്നതാണെന്നാണ് ആദ്യം ഒരു വാദം ഉന്നയിച്ചത്. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. മുനമ്പക്കാരുടെ പ്രശ്നം ഇതൊന്നും അല്ലല്ലോ. 2019 2008 ഒരു നിസാർ കമ്മീഷനെ വെക്കുന്നു. നിസാർ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ കൊടുക്കുന്നു. ഗവൺമെന്റ് സെക്ഷൻ 97 സ്റ്റേറ്റ് ഗവൺമെന്റ് ഡയറക്ഷൻ കൊടുക്കുന്നു. അത് കംപ്ലൈ ചെയ്യാതെ ഇപ്പൊ 2016 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഡയറക്ഷൻ കൊടുക്കുന്നു. അതിന്റെ നോൺ കംപ്ലയൻസിന് കണ്ടംപ്റ്റ് എടുക്കുന്നു. 2019 കണ്ടംപ്റ്റിന്റെ മുൾമുനയിൽ ഇരുന്നു കൊണ്ട് അന്നത്തെ വഖഫ് ബോർഡ് ഒരു ഓർഡർ പാസ്സാക്കുന്നു. അത് സെക്ഷൻ 40 ഓർഡറാണ്. അപ്പൊ ഈ സെക്ഷൻ 40 ഓർഡർ ഇവിടെ ലിവിങ് ഓർഡർ ആയിട്ട് നിൽക്കുകയാണ്. അത് പോയിട്ടില്ല. അതിന്റെ മേൽ ട്രൈബ്യൂണലിൽ ചലഞ്ച് ഉണ്ടെന്നുള്ള വേറൊരു കാര്യം. അത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ പ്രൊവിഷനകത്ത് നോൺ അബ്സ്റ്റൻഷ്യൽ ക്ലോസിൽ സെക്ഷൻ 40 ഇതുവരെ വന്ന ഓർഡറുകളെ കുറിച്ച് പറയുന്നില്ല. ഞാൻ പറയാ, അവരെ സഹായിക്കാനാണെങ്കിൽ ഞാൻ പറയാണ്, സെക്ഷൻ 40 ഒമിറ്റ് ചെയ്തത് പ്രോസ്പെക്റ്റീവാ. സെക്ഷൻ 40 വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ ഇല്ല എന്ന് പറയുന്നത് പ്രോസ്പെക്റ്റീവ് ആണ്. കാരണം നാളെ മുതൽ വഖഫ് ബോർഡിന് ഒരു ഓർഡറും പാസ്സാക്കാൻ പറ്റില്ല. പക്ഷെ ഇന്നലെ വരെ വഖഫ് ബോർഡിന് ഓർഡർ പാസ്സാക്കാമായിരുന്നു. അത്തരം ഓർഡറുകളൊന്നും ഇല്ലാതാവുകയും ഇല്ല എന്ന് തന്നെ അർത്ഥം. അത് പ്രോസ്പെക്റ്റീവ് ആക്ഷൻ. അത് നിലനിൽക്കുകയാണ് മുനമ്പത്ത്. അത് നിലനിൽക്കെ ജഡ്ജ്മെന്റ് പോയി അത് പോയി ഇത് പോയി ഇതൊന്നും പറഞ്ഞതുകൊണ്ടൊന്നും അവരുടെ പ്രശ്നത്തിന് പരിഹാരമാവില്ല. അപ്പോൾ പക്ഷെ അവർ ഏത് എക്സ്ട്രീം ലെവലിലും പോകാൻ തയ്യാറായിരുന്നു എന്നതാണ് അതിനർത്ഥം. ഇനി വഖഫ് ബോർഡിന്റെ ഇതുവരെയുള്ള ഓർഡറുകൾ ഇല്ലാതാകും എന്ന് പറഞ്ഞാൽ അത് ഡയറക്ട്ലി ഗോയിങ് ടു എഫക്ട് ആർട്ടിക്കിൾ 26 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 25. കാരണം ഇൻസ്റ്റിറ്റ്യൂഷണൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വഖഫ് ബോർഡ് എടുത്തിരിക്കുന്ന ഓർഡറുകളൊക്കെ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗമാണ്. ദേ കനോട്ട് ഡു ഇറ്റ് ഓൾസോ. സോ നിങ്ങളുടെ നോൺ അബ്സ്റ്റൻഷ്യൽ ക്ലോസിലോ ഓവർ റൈഡിങ് എഫക്ട്സിനോ ഒക്കെ പരിമിതികളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ വിഷയത്തിനെ പരിഹരിക്കാൻ വേറെ ഒരുപാട് മാർഗങ്ങൾ അമെന്റ്മെന്റിൽ തന്നെ ഉണ്ടാകുമായിരുന്നു. ഞാനൊരു വക്കീൽ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാണ്, അമെന്റ്മെന്റിന്റെ രൂപത്തിൽ പലതും ചെയ്യാമായിരുന്നു. കാരണം അങ്ങനെയാണ് അമെന്റ്മെന്റ് ചെയ്യേണ്ടത്. ഒരു പർട്ടിക്കുലർ ഗ്രീവൻസിനെ അഡ്രസ് ചെയ്യപ്പെടണമെന്ന് തോന്നിയാൽ ഇഫ് ഇറ്റ് ഈസ് അഫക്റ്റിംഗ് അതേഴ്സ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡോണ്ട് ഡു ഇറ്റ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റിംഗ് അതേഴ്സ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അത് എങ്ങനെയാണെന്ന് കണ്ടെത്തി അതിലേക്ക് അമെന്റ്മെന്റ് കൊണ്ടുവരേണ്ടത്. അത് കൊണ്ടുവരാനുള്ള വിവേകം അവർ കാണിച്ചിട്ട് അതിനർത്ഥം അത് മുനമ്പക്കാർക്ക് വേണ്ടി ചെയ്തതല്ല. രാജ്യത്ത് ട്രസ്റ്റുകൾ ഫംഗ്ഷൻ ചെയ്യുന്ന പള്ളികൾക്കും മദ്രസകൾക്കും ഖബർസ്ഥാനുകൾക്കും ഒക്കെ വഖഫിന്റെ സ്റ്റാറ്റസ് കിട്ടിയേക്കും എന്ന പ്രതീക്ഷയോടെ ചെയ്തതാണ്. അപ്പൊ ആ പ്രതീക്ഷയോടെ അവർ ചെയ്യുമ്പോൾ മുനമ്പങ്കാരെ പറ്റിക്കുകയാണ് അവര്. കാരണം ഇത് സെറ്റ് അസൈഡ് ചെയ്ത് പോയാൽ അവരെയും ബാധിക്കൂലേ.
അവർ ചിന്തിക്കുന്നത് അവർക്ക് ഗുണകരമാവില്ല എന്നുള്ള വേറൊരു കാര്യം. ഗുണകരമാകുമായിരുന്നുവെങ്കിൽ അവരെ അഫക്ട് ചെയ്യില്ലേ? അപ്പൊ അവിടെ ഒരു ആത്മാർത്ഥതയില്ലാത്ത സമീപനം നടത്തിയത്. ഞാനിത് പറഞ്ഞതിന്റെ കാരണം പാർലമെന്റിൽ വലിയൊരു പ്രൊജക്ഷൻ ആയിരുന്നു മുനമ്പം ഇഷ്യൂവിൽ കാണിച്ചത്, അല്ലേ? മന്ത്രിമാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് ചെയ്ത പണി ഇതാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾക്ക് ഇനി കോടതിയിൽ പൊക്കോളാൻ പറയുകയും ചെയ്തു. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ഭാഗം മാത്രമാണോ? ഇപ്പം മുനമ്പം കേസ് വന്നതുകൊണ്ട് ഈ മുനമ്പം കേസ് പരിഹരിക്കാൻ പോകുന്നു, ഈ വഖഫ് നിയമ ഭേദഗതി വന്നു കഴിഞ്ഞാൽ ഈ കേസ് പരിഹരിക്കപ്പെടും, അതോടുകൂടി ഇവരുടെ പ്രശ്നങ്ങളൊക്കെ തീരും എന്ന് ദീർഘനാളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല, അവിടെ സമരം ചെയ്യുന്നവർ പറഞ്ഞുകൊണ്ടിരുന്നു, ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നു, ഇതൊക്കെ നടന്നിരുന്നു. ഈ നിയമ ഭേദഗതി നിർദ്ദേശങ്ങളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടിട്ട് ഇപ്പോൾ തൽക്കാലം വേണ്ട എന്ന് പറഞ്ഞ നിർദ്ദേശങ്ങളിൽ ഈ പർട്ടിക്കുലർ ഏരിയ മാത്രമേ ഉള്ളൂ ഈ മുനമ്പക്കാരെ അഡ്രസ്സ് ചെയ്യാൻ എന്നുള്ള പേരിലെങ്കിലും ഉൾപ്പെടുത്തിയത്? തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ, വേറെ ഒന്നും മുനമ്പക്കാരെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. ബാക്കി മുഴുവൻ ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി, മൈനോറിറ്റി കമ്മ്യൂണിറ്റി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി തിരിച്ചു പിടിക്കുക എന്ന ഇന്റൻഷനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മാത്രമുള്ളതാണ്. അല്ലെങ്കിൽ ഇവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നു, ഇവർക്ക് ഞങ്ങളൊരു പാഠം പഠിപ്പിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ മാത്രമേ ഇവരെ നേരെയാക്കാനുള്ളൂ എന്ന ക്യാമ്പയിൻ നടത്തി ഇതര സമൂഹത്തിലെ ആളുകളുടെ മേൽ കള്ളങ്ങൾ പ്രചരിപ്പിച്ചുള്ള ക്യാമ്പയിൻ നടത്തി വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഞാൻ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട 1-2 വിഷയങ്ങളിൽ എന്റെ കൺസേൺ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ കേരള ഗവൺമെന്റിനോട് ഇത് പരിഹരിക്കണം, മുനമ്പം പരിഹരിക്കണം എന്ന് ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞല്ലോ. ഞാൻ രാജീവിനോട് ഞാൻ പറഞ്ഞു തോന്നുന്നു. അപ്പോ എങ്ങനെയാ കേരള ഗവൺമെന്റ് ഇത് ചെയ്യുന്നത് ഒരു ചോദ്യമുണ്ട്. വളരെ റിലവന്റ് ആയ ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് 10 മിനിറ്റ് കൊണ്ട് ഇത് തീർക്കുന്നത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്കും, ഞാനും ഈ 2-3 വർഷം ലെജിസ്ലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇടപെടാൻ അവസരം കിട്ടിയ ഒരാൾ എന്നുള്ള നിലയ്ക്കും, അല്ലെങ്കിൽ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കും, വഖഫ് മാത്രമല്ല ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റേഴ്സ് കൈകാര്യം ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. നമ്മളൊരു ആക്ടിനെ റീഡ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, വഖഫ് ആക്ട് 1995 ഏറ്റവും ഹയസ്റ്റ് പവറുള്ള അതോറിറ്റി ആരാന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഒറ്റ വാക്കിൽ പറയും, ഓൾ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് എന്ന് ഞാൻ പറയും. അത് കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് അതോറിറ്റി ഉള്ളത് ആരാണെന്ന് ചോദിച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് എന്ന് ഞാൻ പറയും. കാരണം എന്താണെന്നറിയോ? സെക്ഷൻ 96ഉം 97ഉം അവിടെ ഉണ്ട്. സെക്ഷൻ 96 സെൻട്രൽ ഗവൺമെന്റിന്റെ സെക്യുലർ മാറ്റേഴ്സിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ അധികാരം പറയുന്നുണ്ട്. സെക്ഷൻ 97 സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു അധികാരം പറയുന്നുണ്ട്, ഓൾ മാറ്റേഴ്സ്. എന്നിട്ട് ഡയറക്ഷൻ may be issued to the വഖഫ് ബോർഡ് and any direction issued, വഖഫ് ബോർഡ് is bound to act upon it. ബൗണ്ട് ടു ആണ്, ബട്ട് ഷാൽ കംപ്ലൈ വിത്ത് ദാറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ആകെ ഒരു പ്രൊവൈസേ ഉള്ളൂ. ആ പ്രൊവൈസ പറയുന്നത് എന്താണെന്നറിയോ? സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കുന്ന ഡയറക്ഷന് വാക്കിഫ് എഴുതി കൊടുത്ത വഖഫ് ഡീഡിന്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാകരുതെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എന്ത് ഡയറക്ഷനും കൊടുക്കാം, അത് കൊടുക്കാൻ അധികാരം. ഉദാഹരണത്തിന് ഞാൻ പറയാം, വഖഫ് ബോർഡ് ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനം എടുത്തപ്പോൾ ആ തീരുമാനം തെറ്റാണെന്ന് പറഞ്ഞ് ട്രൈബ്യൂണലിൽ കൊണ്ട് ഒരാൾ ചലഞ്ച് ചെയ്തു എന്നിരിക്കട്ടെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗവൺമെന്റ് തോന്നുകയാണ് ഈ വഖഫ് ബോർഡിന്റെ തീരുമാനം തെറ്റാണ് തോന്നിയാൽ ഗവൺമെന്റ് വഖഫ് ബോർഡിന്റെ ഡയറക്ഷൻ കൊടുക്കുക, there is an error in your decision, you should rethink about it എന്ന് സെക്ഷൻ 97 ഡയറക്ഷൻ കൊടുത്താൽ, അതിന്റെ റീസൺസ് പറഞ്ഞ് ഡയറക്ഷൻ കൊടുത്താൽ വഖഫ് ബോർഡ് ഷാൽ കംപ്ലൈ വിത്ത് ദാറ്റ് ഓർഡർ ആണ്. വഖഫ് ബോർഡ് പറയുന്നു ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, ഞങ്ങളത് റീകൺസിഡർ ചെയ്യാം. റീകൺസിഡർ ചെയ്തിട്ട് ഗീവ് ഇറ്റ് ടു ദ ട്രൈബ്യൂണൽ ഓർ ഹൈക്കോർട്ട് ഓർ ദ സുപ്രീം കോർട്ട് സേയിങ് ദാറ്റ് ഇത് ഞങ്ങൾ റീകൺസിഡർ ചെയ്യേണ്ടി വന്നിരിക്കുന്നു, 97 ഡയറക്ഷൻ വന്നു, അതുപ്രകാരം ഞങ്ങൾ അത് റീകൺസിഡർ ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ ആ റീകൺസിഡറേഷൻ ശരിയോ തെറ്റോ എന്ന് വേണമെങ്കിൽ അവർക്ക് ട്രൈബ്യൂണലിൽ പോകാം. പക്ഷെ ഓർഡർ പാസ്സാക്കുന്നതിനുള്ള പവർ ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി പവർ ഉണ്ട്, അവർക്ക് സോഴ്സ് ഓഫ് പവർ ഉണ്ട്. അത് ഗവൺമെന്റിനും ഉണ്ട്, ബോർഡിനും ഉണ്ട്. ഗവൺമെന്റ് ഡയറക്ഷൻ കംപ്ലൈ ചെയ്യാൻ ബോർഡിനും ഉണ്ട്. ബോർഡ് കനോട്ട് വിത്ഡ്രോ ഇറ്റ് ഓർഡർ, അവിടെ റിവ്യൂ എന്ന പോലെ വിത്ഡ്രോ ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷെ 97 വന്നാൽ അവർക്ക് വിത്ഡ്രോ ചെയ്യാം. ഇത് പലതവണ ഞാൻ പറഞ്ഞതാണ്. ഇവിടുത്തെ വിഷയം കൺസെൻസസിൽ പരിഹരിച്ചാൽ ഏത് രൂപത്തിലുള്ള കൺസെൻസസും അവിടെ ആകാം. കൺസെൻസസ് പരിഹരിക്കാൻ ഒരുപാട് മാർഗങ്ങൾ അതിനുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് നല്ല ബോധ്യമുണ്ട്. അതിനകത്ത് കുറച്ച് ചില കുഴപ്പങ്ങൾ അതിനകത്തുള്ളത് കൊണ്ട് അതെപ്പോഴും എക്സ്പ്ലോർ ചെയ്താൽ കൺസെൻസസ് ക്രിയേറ്റ് ചെയ്യാം, ഒരു പരിഹാരം ഉണ്ടാക്കാം, ലീഗലി ഫിറ്റുമായിരിക്കും. അത് ഞങ്ങളൊക്കെ ചെയ്യുന്ന പണി അത് തന്നെയാണ്. എപ്പോഴും ഒരു ഡോക്യുമെന്റിൽ എവിടെയാണ് നമുക്ക് ഇതിന്റെ വേ ഔട്ട് കാണുന്നത് നോക്കും. അതിനകത്ത് വേ ഔട്ട് ഉണ്ട്. ഈ വേ ഔട്ട് ചെയ്ത് ഒരു കൺസെൻസസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ മേൽ 97 ഗവൺമെന്റ് ഇൻവോക്ക് ചെയ്താൽ അവിടെ കഴിയും. ഇതിന് വേണ്ട സമയം വളരെ കാരണം എന്താ വെച്ചാൽ എല്ലാ ആളുകൾക്കും അത് തീരണം.
അത് ഈ പറഞ്ഞ ഇവരുടെ ഈ സമൂഹം എന്ന് പറഞ്ഞാൽ മത്സ്യബന്ധന തൊഴിലാളികളാണല്ലോ. അവർ മാസത്തിൽ 20 ദിവസം കടലിലും 10 ദിവസം നാട്ടിൽ നിൽക്കുന്ന ആളുകളാണ്. എന്ത് കാരണം പറഞ്ഞാലും 89-നും 93-നും ഇടയ്ക്ക് അവർ പണം കൊടുത്ത് ഒരു ആധാരം രജിസ്റ്റർ ചെയ്ത് മേടിച്ചല്ലോ. ആ ആധാരം അവരുടെ ടൈറ്റിലായി 2022 വരെ ഒരു ടാക്സ് അടച്ചിരുന്നല്ലോ. അതിന്റെ കൊടുത്ത സമയത്ത് ഇത് അസറ്റ് രജിസ്റ്റർ ഉണ്ടായിരുന്നതല്ലല്ലോ ഈ ഭൂമി. അപ്പൊ എനിവേ അങ്ങനെ വന്ന ഒരു സാധനത്തിൽ നിന്നും ആ അധ്വാനിച്ച ജനങ്ങളെ പുറത്താക്കേണ്ടതില്ല എന്നുള്ളത് പബ്ലിക് ഒപ്പീനിയൻ ആണ്. ആ പബ്ലിക് ഒപ്പീനിയൻ ബേസ് ചെയ്തിട്ട് ഒരു കൺസെൻസസിൽ കൊണ്ടുവരികയും 97 ഇൻവോക്ക് ചെയ്യുന്നതിന് റീസൺ ആയിട്ട് പറയേണ്ടത് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് സെയിൽ ദിസ് പ്രോപ്പർട്ടി വാസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി അസറ്റ് രജിസ്റ്റർ ഓഫ് ദ വഖഫ് ബോർഡ് ആൻഡ് ദിസ് ട്രസ്റ്റ് വാസ് നോട്ട് മെയിൻറ്റൈൻഡ് ആസ് എ വഖഫ് ഡ്യൂറിംഗ് ദാറ്റ് ടൈം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് 97 ഇൻവോക്ക് ചെയ്തിട്ട് ഡയറക്ഷൻ കൊടുത്ത ആ മൊമെന്റ് തീരുന്ന കാര്യമാണ്. ഇതിങ്ങനെ ഇട്ട് വലിച്ചു നീട്ടിയിട്ട് ഒരു സൈഡിൽ സംഘ് പരിവാർ നാട്ടിൽ ഡിവിഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ തന്ത്രം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ഒരു ക്യാമ്പയിനും നുണപ്രചരണങ്ങളും ഒരു സൈഡിൽ, മറു സൈഡിൽ കേരള ഗവൺമെന്റ് അവരുടെ അധികാരം ഇൻവോക്ക് ചെയ്യാതെ ഇരുന്നാൽ നമുക്ക് തെരഞ്ഞെടുപ്പ് മത്സരിക്കട്ടെ, ജയിക്കട്ടെ, തോക്കട്ടെ, നമ്മൾ ഒന്നിച്ച് ജീവിക്കണ്ടേ ഈ നാട്ടില്? ഗാന്ധി വിഭാവനം ചെയ്ത ഇന്ത്യയിൽ ആരും ഭരിക്കട്ടെ എന്ന് പക്ഷെ അവർ തമ്മിലൊരു സ്നേഹവും സൗഹൃദവും ആ യൂണിറ്റിയും ഡൈവേഴ്സിറ്റിയും ഒക്കെ ഉണ്ടാകണ്ടേ? അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ട് ജയിച്ചിട്ടെന്താ കാര്യം? അങ്ങനെ ആളുകൾ തമ്മിലടിക്കുന്നത് കണ്ടുകൊണ്ടിരുന്നിട്ട് മന്ത്രിയായിട്ട് എന്ത് കാര്യം? മുഖ്യമന്ത്രിയായിട്ടോ പ്രധാനമന്ത്രിയായിട്ടോ എന്ത് കാര്യം? ആ ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് ഇവർ കാണിക്കുന്നില്ല. പക്ക തേർഡ് റേറ്റ് പൊളിറ്റീഷ്യന്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ സർദാർ പട്ടേൽ കാണിച്ചത്, മൗലാന ആസാദ് കാണിച്ചത്, നെഹ്റു കാണിച്ചത്, ലാൽ ബഹദൂർ ശാസ്ത്രി കാണിച്ചത്, ആ സ്റ്റേറ്റ്സ്മാൻഷിപ്പ് ഇല്ലാതായിരിക്കുന്നു എന്ന കുഴപ്പം സ്റ്റേറ്റ് ഗവൺമെന്റിനും ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റിനും ഉണ്ട്. ഈ സ്റ്റേറ്റ്സ്മാൻഷിപ്പ് ഇല്ലാത്തതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇപ്പോൾ ഈ കാണുന്ന വഖഫ് ഭേദഗതി നിയമത്തിൽ ഈ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഒറ്റ കാര്യം കൂടെ ചോദിച്ചിട്ട് അവസാനിക്കുക, അതും ഈ വിധിയുമായി റിലേറ്റ് ചെയ്തിട്ടാണ് അവസാനമായിട്ട്. ഇതിൽ ഈ വഖഫ് ബൈ യൂസർ, അതിൽ ഈ ഇടക്കാല വിധിയിൽ പറയുന്നത് രജിസ്റ്റേർഡ് ഓർ ഡിക്ലെയർഡ്, ഈ രണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. വഖഫ് ബൈ യൂസർ ആയത് അതേ നിലയിൽ തുടരണം, ഡീനോട്ടിഫൈ ചെയ്യാനോ മറ്റു രീതിയിലുള്ള നടപടികൾക്കോ പോകാൻ പാടില്ല എന്ന് കോടതി പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇപ്പോൾ വഖഫ് ബൈ യൂസർ എന്ന രീതിയിൽ രാജ്യത്തുള്ള എല്ലാ വഖഫുകളും ഈ അടുത്ത കേസ് പരിഗണിക്കുന്ന തീയതി വരെ തൽസ്ഥിതിയിൽ നിലനിൽക്കണം എന്ന് തന്നെയല്ലേ? അല്ല, നമ്മുടെ ഈ നിയമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാത്ത വഖഫ് ബൈ യൂസറിനെ, ഡിക്ലെയർ ചെയ്യപ്പെടാത്ത വഖഫ് ബൈ യൂസറിനെ നിങ്ങൾ ഡീനോട്ടിഫൈ ചെയ്ത് തിരിച്ചെടുക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്നാണ് അതിനർത്ഥം. അതായത് നിങ്ങളുടെ ഉദ്ദേശം ഈ വഖഫ് ബൈ യൂസറായിട്ട് നിൽക്കുന്ന ഭൂമികളൊക്കെ അത് തിരിച്ചു പിടിക്കാനാണ്. അതിന്റെ കളക്ടർക്കൊക്കെ അധികാരമൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? അത് കൊടുത്തിട്ടുണ്ടെങ്കിലും തൽക്കാലം അത് നിങ്ങൾ ഇൻവോക്ക് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ ആ പ്രൊവിഷന്റെ പവർ ഫ്രീസ് ചെയ്തിരിക്കുകയാണ് എന്നാണ് അതിനർത്ഥം. അപ്പൊ വേറൊരു വലിയൊരു ഹ്യൂ ആൻഡ് ക്രൈ, ഞാൻ പാർലമെന്റിൽ പല എം പിമാരും സംസാരിച്ചപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായ എം പിമാരോട് പലരോടും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഗവൺമെന്റ് ഈ ബില്ല് പാസ്സാക്കും എന്നത് ഉറപ്പാണെങ്കിൽ നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം, വഖഫ് ബൈ യൂസറുമായി ബന്ധപ്പെട്ട് യു ഷുഡ് സീക്ക് ഫോർ സം ടൈം, അറ്റ്ലീസ്റ്റ് ഫോർ 90 days, ദി പ്രോപ്പർട്ടീസ് വിച്ച് ആർ നൗ സീൻ ആസ് വഖഫ് ബൈ യൂസർ. വഖഫ് ബൈ യൂസറിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് അറിയാവോ രാജീവേ? അതായത് ഭൂമിയുടെ ഒക്യുപ്പേഷൻ വഖഫിന്റെ സ്വഭാവമാണ്, ഭൂമിയുടെ ടൈറ്റിൽ ഇല്ല, ഒക്യുപ്പേഷൻ വഖഫിന്റെ സ്വഭാവമാണ്. അപ്പൊ അതിന് കൂടുതൽ ഡേഞ്ചർ ആണ്. അത് തിരിച്ചു പിടിക്കുമ്പോൾ അവർ പള്ളിയോ ഒരു ഗ്രേവ്യാർഡോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മദ്രസയൊക്കെ ആയിരിക്കും. അത് തിരിച്ചു പിടിക്കുന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനത്തെ വിഷയം തൽക്കാലം വേണ്ട എന്ന് കോടതി പറഞ്ഞത് അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ അതിനർത്ഥം അത്തരം ഒരു പ്രൊവിഷനാണ് നിങ്ങൾ ആഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള ബോധ്യം സുപ്രീം കോടതിക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, റൈറ്റ്. അപ്പോൾ എന്തായാലും ഒരു ഈ നടപടികൾ കുറെ കൂടി ഒരു ക്ലാരിറ്റി, എന്താണ് ഈ വഖഫ് നിയമ ഭേദഗതിയിലൂടെ BJPയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഉദ്ദേശിച്ചത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിനേക്കാൾ ക്ലാരിറ്റി കൂടുതലായി സുപ്രീം കോടതിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ തൽക്കാലത്തേക്ക് പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ വിധിയിലൂടെ നമുക്ക് വേണമെങ്കിൽ കരുതാവുന്നതാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. മെയ് 5 എന്തൊക്കെയായിരിക്കും കേന്ദ്ര സർക്കാർ പുതുതായിട്ട് അറിയിക്കാൻ പോകുന്നത് എന്താണ് എന്ന് നമുക്ക് 7 ദിവസത്തിനകം അറിയാം. അതിനുശേഷം മെയ് 5 പരിഗണിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരിക്കാം. വളരെ നന്ദി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഞങ്ങളോട് സംസാരിച്ചതിന്.